Hi all, welcome back to Mommy's Gusto. ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചൗമീനാണ് തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഇതിലേക്ക് ചിക്കൻ ഒരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇതേപോലെ ചെയ്താൽ മതി. ഒരു പാനിൽ അല്പം വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് എഗ് നൂഡിൽസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പൂടെ ചേർക്കാം. ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഈ നൂഡിൽസ് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നൂഡിൽസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വേവ് മതി, ഒരുപാട് ഉടഞ്ഞൊന്നും പോകണ്ട. ഇനി ഇത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നൂഡിൽസ് എല്ലാം തണുത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കൊരു ചൗമീൻ സോസ് റെഡിയാക്കാം. അപ്പോൾ അതിനായി ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അല്പം സ്പൈസിയാണ് ഈ ഒരു സോസ്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചൗമീൻ സോസ് ഇവിടെ റെഡിയായി. ഇപ്പോൾ നൂഡിൽസും തണുത്ത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കി ഒന്നും അല്ലാത്ത ഇതേ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല തയ്യാറാക്കാം. ഒരു പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഗാർലിക്, അതേപോലെ ഗ്രീൻ ചില്ലി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇതിലേക്ക് അല്പം വെജിറ്റബിൾസ് ചേർക്കാം. അതിനായി ഞാനിവിടെ ഒരു 2 ക്യാരറ്റ്, അതേപോലെ ഒരു കഷ്ണം ക്യാബേജ്, ഒരല്പം ബീൻസ്, ഒരു സവാള എന്നിവ ജൂലിയൻസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ക്യൂബ് ചിക്കൻ ടേസ്റ്റ് മേക്കർ കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇതേപോലെ ഒന്ന് കയ്യിലിട്ട് ഞെരടി ഒന്ന് ചേർത്താൽ മതി. അതൊന്ന് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു കാപ്സിക്കം, അതേപോലെ 2 തണ്ട് സെലറി, ഇതും ഇതേപോലെ തന്നെ ജൂലിയൻസായി കട്ട് ചെയ്ത് ഇതോടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം വാടി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അല്പം സെലറിയുടെ ഇല കൂടെ അരിഞ്ഞ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ചൗമീൻ സോസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇതിൽ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. സോസിലൊക്കെ ഉപ്പുള്ളത് കാരണം ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ എനിക്കിവിടെ അല്പം ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കാം.
അങ്ങനെ ചൗമീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതേപോലെ 2 തവി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അധികം ഇത് ഉടഞ്ഞ് പൊട്ടിപ്പോകുന്നില്ല, കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചൗമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയനൂടെ ചേർക്കണം. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാറ്. ഇതേപോലെ നീളത്തിലരിഞ്ഞ് ഇതോടെ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൗമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും എല്ലാവരും ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.